പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ പരിശോധനകളും ഒക്കെ പൂർത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പാങ്കോട് മിലിറ്ററി സ്റ്റേഷനിലേക്കുള്ള വരവിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഗതാഗത നിയന്ത്രണമുണ്ട്. കുറച്ച് സമയം, എനിക്ക് തോന്നുന്നു ഏകദേശം 5 മിനിറ്റ് മറ്റോ കൊണ്ടാണ് അദ്ദേഹം ഈ രാജ്ഭവനിൽ നിന്ന് കവടിയാറിൽ നിന്ന് ഈ പാങ്ങോടേക്ക് എത്തിച്ചേരുന്നത്. നിലവിലെ ക്രമീകരണങ്ങളൊക്കെ അനുസരിച്ച് അദ്ദേഹം വരാൻ പോകുന്നു. നമ്മൾ ആ രാജ്ഭവന് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. നിലവിലിപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ച് 10:45 പ്രധാനമന്ത്രി ഈ വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം ഒരു 25 മിനിറ്റ് അവിടെ ഈ പദ്ധതി പ്രദേശങ്ങൾ പൂർണ്ണമായും സഞ്ചരിച്ച് കാണും. അതെ, അല്ല, 10:30 പ്രധാനമന്ത്രി വിഴിഞ്ഞത്തേക്ക് എത്തുമെന്നാണ്. അതേ, വാഹനങ്ങളൊക്കെ ഓരോന്നായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അഞ്ചു പ്രധാനമന്ത്രിയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അദ്ദേഹം പുറപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. ഈ പാങ്ങോടേക്ക് ഓരോ വാഹനങ്ങളായി പോകുന്ന ദൃശ്യങ്ങളിൽ കാണാം. സേതു, പ്രധാനമന്ത്രിയുടെ മോട്ടോർകേഡിലെ ആദ്യത്തെ പൈലറ്റ് വാഹനമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിയുടെ മറ്റ് വാഹനവ്യൂഹങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരും. അതിന് പൈലറ്റ്, എസ്കോട്ട്, SPG, ജാമർ വാഹനങ്ങൾ ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ ഈ മോട്ടോർകേഡിലുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ രാജ്ഭവനിലെ ഗേറ്റിന് പുറത്തേക്ക് ഈ വാഹനങ്ങൾ എത്തും. അത് ദൃശ്യങ്ങളിൽ ഇപ്പോൾ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നേരെ പാങ്ങോട്ട് മിലിറ്ററി ക്യാമ്പിലേക്കാണ് പോകുക. അവിടെ നിന്ന് ഡിഫൻസ് ചോപ്പറിലേക്കാണ് പ്രധാനമന്ത്രി വിഴിഞ്ഞത്തേക്ക് പോകുക. ഒപ്പം ഗവർണറും ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു 15 മിനിറ്റ് മുമ്പ് പ്രധാനമന്ത്രി പോകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വിഴിഞ്ഞത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതാ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത്. നേരത്തെ രാജ്ഭവനിന് മുന്നിൽ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ പരിശോധന, ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ പരിശോധന കൂടിയാണ് വാഹനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹം ഇതാ കടന്നു പോവുകയാണ്. രാജ്ഭവനിൽ നിന്ന്, കവടിയാറിൽ നിന്ന് നേരെ പാങ്ങോട്ടേക്ക് പോവുകയാണ് പ്രധാനമന്ത്രി. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്തു. അദ്ദേഹം ഫ്രണ്ട് സീറ്റിലിരുന്ന് മാധ്യമപ്രവർത്തകരെയൊക്കെ കൈവീശി കാണിക്കുന്നത് നമ്മൾ വ്യക്തമായി കണ്ടതുമാണ്. പ്രധാനമന്ത്രിയെ കാണാൻ അവിടെ കവടിയാർ പല ഭാഗങ്ങളിലും റോഡിൻ്റെ സൈഡിലൊക്കെ ആളുകൾ നിന്ന് കൈവീശി കാട്ടുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ചരിത്ര മുഹൂർത്തത്തിന്, കേരളത്തിൻ്റെ എത്രയോ കാലത്തെ ആ കാത്തിരിപ്പ് സഫലമാകുന്ന ദിവസമാണ് ഇന്ന്. ആ ആഗ്രഹം സഫലീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിയിരുന്നു. അദ്ദേഹം രാജ്ഭവനിൽ തങ്ങി. ഇപ്പോൾ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്ക് അദ്ദേഹം പോവുകയാണ്. അതിനുശേഷം ഡിഫൻസ് ചോപ്പറിൽ അദ്ദേഹം ഈ പദ്ധതി പ്രദേശത്തേക്ക്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് എത്തിച്ചേരും. 10:30 അദ്ദേഹം വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേരുമെന്നാണ് നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തന്നെയാണ് മുൻകൂട്ടി നിശ്ചയിച്ച ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നതും. അതിനുശേഷം അദ്ദേഹം ഒരു 25 മിനിറ്റ് ഈ പദ്ധതി പ്രദേശം സന്ദർശിക്കും. 11 മണിയോടുകൂടി പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തും. അതിനുശേഷം അദ്ദേഹം 11:15 മുതൽ 12 മണി വരെ 45 മിനിറ്റ് അദ്ദേഹം പ്രസംഗിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ 45 മിനിറ്റത്തെ പ്രസംഗത്തിൽ നമ്മുടെ ഈ വിഴിഞ്ഞം ഇന്ന് യാഥാർത്ഥ്യമാകുന്നുണ്ട് എങ്കിലും പൂർണ്ണമായും നമ്മൾ വന്നിട്ടില്ല. ഇനി നമുക്ക് 2, 3, 4 ഘട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഒരു വലിയൊരു പദ്ധതി പ്രഖ്യാപനമൊക്കെ നടത്തുമോ എന്നുള്ളത് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് കേരളക്കര ഒന്നാകെ. അങ്ങനെ നമ്മൾ സ്വപ്നങ്ങൾ കൊണ്ട് പാകിയ ആ വിഴിഞ്ഞം തുറമുഖം ഇതാ പ്രിയപ്പെട്ടവരെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ഇനി അല്പദൂരം കൂടി മാത്രമേയുള്ളൂ ആ മനോഹരമായ ചടങ്ങ്, ആ സ്വപ്ന തുല്യമായ ആ ചടങ്ങ് അത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി, ആ നമ്മുടെയൊക്കെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ന്യൂസ് മലയാളം. അഞ്ചു തുടരുന്നുണ്ട്. അഞ്ചു, പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര സമയം കൊണ്ട് പാങ്ങോടേക്ക് എത്തിച്ചേരും? പിന്നീടുള്ള അദ്ദേഹത്തിന്റെ പോക്ക് അത് മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെയായിരിക്കുമോ?
സേതു, അല്പസമയത്തിനകം തന്നെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്ക് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം എത്തും. ഈ മോട്ടോർകേഡ് എത്തിയതിനു ശേഷം അവിടെ നിന്ന് പ്രധാനമന്ത്രി മിലിറ്ററി അതായത് ഡിഫൻസ് ചോപ്പറിലാണ് വിഴിഞ്ഞത്തേക്ക് പുറപ്പെടുക. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും നേരത്തെ തന്നെ പാങ്ങോടേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ മുഖ്യമന്ത്രി മറ്റൊരു ചോപ്പറിലും പ്രധാനമന്ത്രി വേറൊരു ചോപ്പറിലും, അങ്ങനെ 2 ചോപ്പറിലേക്കായിട്ടാണ് വിഴിഞ്ഞത്തേക്ക് എത്തുക. എന്തായാലും ഈ കേരളത്തിന്റെ സ്വപ്ന പദ്ധതി അത് സാക്ഷാത്കരിക്കാൻ ഇനി 10:15 കൂടി പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ഡിഫൻസ് ചോപ്പറിൽ പ്രധാനമന്ത്രി വിഴിഞ്ഞത്തേക്ക് എത്തും. ആയിരക്കണക്കിന്, ഒരുപക്ഷെ 9:30 കൂടിയാണ് പൊതുജനങ്ങൾക്ക് വിഴിഞ്ഞത്തേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് നിരവധി ആയിരക്കണക്കിന് ആളുകൾ അവിടെ എത്തിച്ചേരും എന്നാണ് കണക്ക് കൂട്ടുന്നത്. നഗരം മുഴുവൻ വലിയ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഉള്ളത്. 5000-ഓളം പോലീസുകാരെ, രാജ്ഭവൻ തൊട്ട് വിഴിഞ്ഞം വരെ 5000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഈ സുരക്ഷയ്ക്കായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി തുടരെ ബോംബ് ഭീഷണി അടക്കം നിലനിൽക്കുന്ന സാഹചര്യമാണ്. അതിനാൽ തന്നെ വലിയ തരത്തിലുള്ള പോലീസ് സുരക്ഷയാണ് നഗരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗതാഗതം, ഈ പ്രധാനമന്ത്രി പോകുന്ന സമയം ഉൾപ്പെടെ വലിയ തരത്തിലുള്ള ഗതാഗത നിരോധനം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാൽനട യാത്രക്കാരെ ഉൾപ്പെടെ പോകാതെ ആ വഴി കൃത്യമായ സുരക്ഷയോടുകൂടി തന്നെ പോലീസ് അത് കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. അല്പസമയത്തിന് മുമ്പാണ് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ഇവിടെ നിന്ന് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്ക് മോട്ടോർകേഡ് സഞ്ചരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അല്പസമയത്തിനകം തന്നെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് 10:15 കൂടി ഈ വിഴിഞ്ഞത്തേക്ക് പ്രധാനമന്ത്രിയും വഹിച്ചുകൊണ്ടുള്ള ഡിഫൻസ്. ഈ നിലവിലെ ഗതാഗത ക്രമീകരണങ്ങൾ എങ്ങനെയാണ് അഞ്ചു? കാരണം 6:30 മണി മുതൽ തന്നെ തിരുവനന്തപുരത്ത് ഗതാഗത നിയന്ത്രണമുണ്ട്. ഇതിനിപ്പോ എത്ര മണിവരെ തുടങ്ങും? എവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? സേതു, കഴിഞ്ഞ ദിവസം തന്നെ ഈ ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെ ഇടങ്ങളിലായിരിക്കും വാഹനം പാർക്ക് ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഈ പ്രധാനമന്ത്രിയുടെ യാത്ര ഉള്ള ഈ വഴികളിൽ അവിടെയൊക്കെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തുകയും ഒപ്പം തന്നെ, അതായത് പ്രധാനമായിട്ടും ഈ 1-ാം തീയതി ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 വരെ ശംഖുമുഖം, ചാക്ക ആ ഭാഗങ്ങളിലൊക്കെയാണ് ഈ പ്രധാനമായിട്ടും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ 2-ാം തീയതി രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ ഈ കവടിയാറ്, വെള്ളയമ്പലം, ആൽത്തറ, ഈ ശ്രീമൂലം ക്ലബ്ബ്, ഇടപ്പഴഞ്ഞി, പാങ്ങോട് മിലിറ്ററി ക്യാമ്പ്, പള്ളിമുക്ക് വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും ഒന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. ആ വാഹനങ്ങളൊക്കെ കൃത്യമായി അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, അതായത് ഈ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുകയാണെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നുൾപ്പെടെയുള്ള മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസിന്റെ ഭാഗത്ത്. ശരി അഞ്ചു, തുടരുക. അങ്ങനെ തലസ്ഥാനം കനത്ത സുരക്ഷയിലാണ്. പ്രത്യേകിച്ച് ഈ തുടർച്ചയായി വരുന്ന ബോംബ് ഭീഷണികൾ നിലനിൽക്കുന്നു. പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ തലസ്ഥാനം തിരുവനന്തപുരം കനത്ത സുരക്ഷയിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞത്തേക്ക് പുറപ്പെട്ടിട്ടുമുണ്ട്. വിഴിഞ്ഞത്ത് നിന്ന് നമ്മുടെ ചന്തു കൂടി ചേരുന്നുണ്ട്. ചന്തു, പ്രധാനമന്ത്രി പുറപ്പെട്ടു കഴിഞ്ഞു രാജ്ഭവനിൽ നിന്ന്. ഇനി അദ്ദേഹം പാങ്ങോട്ടേക്ക് എത്തുന്ന ഒരു താമസം, പാങ്ങോട് നിന്ന് വിഴിഞ്ഞത്തേക്ക് എത്തുന്ന ഒരു താമസം കൂടിയേ ഉള്ളൂ. അവസാനവട്ട കാഴ്ചകൾ എന്തൊക്കെയാണ് വിഴിഞ്ഞത്തെ? തീർച്ചയായിട്ടും സേതുലക്ഷ്മി, അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഈ തുറമുഖത്തിന്റെ പോർട്ടിന് സമീപം സജ്ജീകരിച്ചിരിക്കുന്ന പ്രത്യേക ഹെലിപ്പാഡിൽ ഇറങ്ങും. അവിടെ നിന്നും വേദിയിലേക്ക് എത്തും. 11 മണിയോടുകൂടിയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തുറമുഖത്തിന്റെ കവാടത്തിലാണ്. ഇവിടെ നിന്നാണ് പ്രധാനമായും വിശിഷ്ടാതിഥികളൊക്കെ തന്നെ അകത്തേക്ക് കടക്കുന്നത്. വിശിഷ്ടാതിഥികൾ മാത്രമല്ല, 10,000-ഓളം പേരെ ഈ ചടങ്ങിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുൾപ്പെടെ ഉള്ള ആൾക്കാർ ഈ വഴിയാണ് പോർട്ടിന്റെ കവാടത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പോൾ തന്നെ നിരവധി പേർ ഇവിടെ നിന്നും പോർട്ടിനുള്ളിലേക്ക് ഈ ഉദ്ഘാടന ചടങ്ങ് കാണുന്നതിന് വേണ്ടി അകത്തേക്ക് പോയിട്ടുണ്ട്. എല്ലാവരെയും കർശന സുരക്ഷയുടെ അടിസ്ഥാനത്തിൽ പരിശോധനയൊക്കെ നടത്തിയാണ് അകത്തേക്ക് വിടുന്നത്. ഐഡന്റിറ്റി കാർഡൊക്കെ നിർബന്ധമായി കരുതിയിരിക്കേണ്ടതാണ്. ബസ്സിലൊക്കെ പ്രത്യേകം KSRTC ഒക്കെ ബസ് സജ്ജീകരിച്ചിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേർ ഇവിടേക്ക് എത്തിയിട്ടുമുണ്ട്. ഈ പരിസര പ്രദേശം ആകെ തന്നെ മറ്റ് പല പാർട്ടികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പ്രതിനിധികളും മറ്റുമൊക്കെ ഈ പരിസര പ്രദേശങ്ങളിലുമൊക്കെ തമ്പടിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടനം എന്ന കാര്യത്തിൽ സംശയമില്ല. അല്പസമയം മുൻപ് അദാനി പോർട്ടിന്റെ അധികൃതർ ഉൾപ്പെടെയുള്ളവർ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് തുടങ്ങിയിട്ടുണ്ടോ?
സേതുലക്ഷ്മി, ആൾക്കാർ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഭൂരിഭാഗം ആൾക്കാരും ഇപ്പോൾ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. കാരണം പ്രധാനമന്ത്രി വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ ആൾക്കാരെ പ്രവേശിക്കുന്നത് നിർത്തിവെക്കും. കാരണം സുരക്ഷയുടെ ഭാഗമായി പിന്നീട് ആൾക്കാരെ പ്രവേശനം അനുവദിക്കേണ്ട എന്നതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഒരു കർശന നിർദ്ദേശം. അത് കണക്കിലെടുത്ത് നേരത്തെ തന്നെ ആൾക്കാരെയൊക്കെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ഈ വേദിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ആൾക്കാരെല്ലാം അവരുടെ ഇരിപ്പിടങ്ങളിൽ കൃത്യമായി അവിടെ എത്തുന്ന തരത്തിലാണ് ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും കർശന സുരക്ഷാ വലയത്തിലാണ് ഈ പരിസര പ്രദേശമാകെയുള്ളത്. പ്രധാനമന്ത്രി എത്താൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ സുരക്ഷ കൂടുതൽ കർശനമാക്കിയിട്ടുമുണ്ട്. ഇപ്പോൾ അദാനി പോർട്ടിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അകത്തേക്ക് അല്പസമയം മുൻപാണ് പ്രവേശിച്ചിട്ടുള്ളത്. കൂടാതെ കേന്ദ്രമന്ത്രിമാർ, MP, MLA ഉൾപ്പെടെയുള്ളവരും ഇപ്പോൾ പോർട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇനി പ്രധാനമന്ത്രി എത്തുന്ന ആ ഒരു നിമിഷത്തിലേക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എന്തായാലും എല്ലാ കാര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ഉദ്ഘാടനം നടക്കുക, ആ ഒരു കർമ്മം മാത്രമാണ് ബാക്കി. പ്രധാനമന്ത്രി എത്തുന്നതും കാത്ത് ഇനിയുള്ള കാത്തിരിപ്പ് മാത്രമാണ്. സേതുലക്ഷ്മി, ഈ ചന്തു, പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞാൽ പിന്നീടുള്ള അടുത്തത് അദ്ദേഹം ഒരു 25 മിനിറ്റ് ഈ പദ്ധതി പ്രദേശം സന്ദർശിക്കുമെന്നുള്ളതാണ്. എവിടെയൊക്കെയാണ് അദ്ദേഹം സന്ദർശനം നടത്തുക? എത്രത്തോളമാണ് സുരക്ഷ? സേതുലക്ഷ്മി, പോർട്ട് ഓഫീസിന് സമീപമാണ് അദ്ദേഹം. ഈ പ്രത്യേകം സജ്ജമാക്കിയ ഹെലിപ്പാഡിലായിരിക്കും അദ്ദേഹം ഇറങ്ങുക. അവിടെ നിന്നും നേരെ ഈ വിഴിഞ്ഞത്തിൻ്റെ തുറമുഖ പ്രദേശമൊക്കെ അദ്ദേഹം ചുറ്റി നടന്ന് കാണാം. മാത്രമല്ല ഇതിൻ്റെ ഓട്ടോമേറ്റഡ് സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം നേരിട്ടെത്തി തന്നെ വിലയിരുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല MSCയുടെ ഒരു മദർഷിപ്പ് ഇപ്പോൾ ഈ ബർത്തിലേക്ക് അടുത്തിട്ടുണ്ട്. ആ മദർഷിപ്പിൽ അദ്ദേഹം കയറുകയും അത് വീക്ഷിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും 10:30 അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം 11 മണിക്ക് മാത്രമാണ് ഈ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുക. അപ്പോൾ ഈ അരമണിക്കൂർ സമയം അദ്ദേഹത്തിന് ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട പദ്ധതി പ്രദേശവും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും അതിൻ്റെ നിർമ്മാണ പുരോഗതിയും ഇതുവരെയുള്ള കാര്യങ്ങളും ഒക്കെ നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനുള്ള സമയമാണ്. അത് അദ്ദേഹം കൃത്യമായി തന്നെ വിനിയോഗിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിനോടൊപ്പം മുഖ്യമന്ത്രിയും ഗവർണറും ഉൾപ്പെടെയുള്ളവർ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ പദ്ധതി പ്രദേശം അദ്ദേഹം വിലയിരുത്തൽ നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമായി ഇതിനകം തന്നെ വിഴിഞ്ഞം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി തന്നെ നരേന്ദ്രമോദി മനസ്സിലാക്കും. ആദ്യമായിട്ടാണ് അദ്ദേഹം ഈ തുറമുഖത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി അവിടെ ഒരു നിരീക്ഷണം നടത്തും. അതിനുശേഷം 11 മണിയോടുകൂടി ഉദ്ഘാടന വേദിയിലേക്ക് എത്തിച്ചേരും. അവിടെ 1 മണിക്കൂറോളം സമയം അദ്ദേഹം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 12:30 അദ്ദേഹം ഇവിടെ നിന്നും മടങ്ങുക. സേതുലക്ഷ്മി, ബിനിൽ കൂടിയുണ്ട് നമുക്കിപ്പം. ബിനിലെ, ഒരു 6 മാസം കൊണ്ട് ഒരു തുറമുഖത്തിന്റെ വളർച്ച എത്രത്തോളമാണെന്ന് ചോദിച്ചാൽ രാജ്യത്തിന് തന്നെ ഇനി വേണമെങ്കിൽ വിഴിഞ്ഞത്തെ ചൂണ്ടിക്കാണിക്കാം. കാരണം 60,000-ൽ നിന്ന് ഒരു വർഷം കൊണ്ട് 6 ലക്ഷത്തിൽ പരമായി നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. അത്രമേൽ വലുതാണ് വിഴിഞ്ഞത്തിന് ഇതുവരെ നൽകിയിരിക്കുന്ന സംഭാവനയും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ആ തുറമുഖം യാഥാർത്ഥ്യമാകുന്ന ഒരു നിമിഷത്തേക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് മാത്രമാണുള്ളത്. അപ്പോൾ പ്രധാനമന്ത്രി ഇന്നെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ 40 മിനിറ്റ് നീളുന്ന ഒരു പ്രസംഗമുണ്ട്. ഈ പ്രസംഗത്തിൽ പറയുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? സേതു, തീർച്ചയായിട്ടും അത് തന്നെയാണ്. റെയിൽ കണക്ടിവിറ്റി ആയിട്ടില്ല. ഈ റോഡിൻ്റെ നിർമ്മാണം ഇനിയും പൂർത്തിയാകാനുണ്ട്. ആ ഘട്ടത്തിലാണ് ഇത്രയും നേട്ടം വിഴിഞ്ഞം തുറമുഖം നേടിയത്. എന്തായാലും ഇന്ന് കമ്മീഷൻ ചെയ്തതോടുകൂടി അതിൻ്റെ 2ാം ഘട്ടത്തെ ഉദ്ഘാടനവും നടക്കും. എന്തായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഉദ്ഘാടനത്തിന് മുന്നേ ആളുകളുടെ വലിയൊരു നീണ്ട നിരയുണ്ട്. നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോഴും ആളുകളുടെ ഒരു നീണ്ട നിരയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 8:30 കഴിഞ്ഞതോടെ തന്നെ ആളുകളെ ഇവിടേക്ക് കയറ്റി തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഏകദേശം ഈ സമയമാകുമ്പോഴും ആളുകളുടെ ഒരു വലിയ തിരക്ക് ഇവിടെ കാണാം. ആളുകളിങ്ങനെ ഈ വിഴിഞ്ഞം തുറമുഖം സംസ്ഥാനത്തിൻ്റെ അഭിമാന പദ്ധതിയാണ്, സ്വപ്ന പദ്ധതിയാണ്. പദ്ധതിയുടെ പൂർത്തീകരണം, സാക്ഷാത്കരണം കാണാൻ വേണ്ടിയാണ് ഈ ആളുകളൊക്കെ തന്നെയും ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഈ ജില്ലയിൽ നിന്നും മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്തുകയും ഈ ഒരു വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് അത് നേരിൽ കാണാൻ വേണ്ടിയാണ് ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും സേതു പറഞ്ഞതുപോലെ വലിയ നേട്ടം നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ തന്നെ. ഈ പറഞ്ഞതുപോലെ ഇവിടുത്തെ ചരക്ക് നീക്കം, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം നടക്കുന്ന തുറമുഖമായി വിഴിഞ്ഞം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രതിമാസം ഏകദേശം 1 ലക്ഷത്തിലധികം ആ രീതിയിലേക്ക് കണക്കുകൾ വർദ്ധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ഇടയ്ക്ക് വന്ന കപ്പലുകൾ, അത് ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MSC കമ്പനിയുടെ 6 കപ്പലുകളുണ്ട് ഏറ്റവും വലുത്. അതിൽ തന്നെ ഏറ്റവും വലിയ കപ്പലാണ് MSC തുർക്കി. അതിവിടേക്ക് എത്തുകയും ചരക്ക് നീക്കം നടത്തുകയും ചെയ്തതാണ്. മറ്റ് കപ്പലുകൾ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വരുമ്പോൾ സ്വീകരിക്കാൻ MSCയുടെ തന്നെ മറ്റൊരു കപ്പൽ ഇവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ആളുകളൊക്കെ വരുന്നുണ്ട്. ചേട്ടാ, എവിടുന്നാണ് വരുന്നത്? അപമാന പദ്ധതി പൂർത്തീകരണമാണ്, കമ്മീഷനിങ് ആണ്. എന്താ തോന്നുന്നു? നല്ലതാണ്, സന്തോഷം. എന്താ തോന്നുന്നു? അഭിമാനമാണ്.
എന്നിട്ട് വേണ്ടേ വിളിക്കാൻ? അത് മുഖ്യമന്ത്രിയും പറഞ്ഞതെന്താ? മുഖ്യമന്ത്രി ഒന്നും ഇത് വളരെ ലളിതമായിട്ടാണ്. പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നതിനോട് പൂർണ്ണമായും ഗവൺമെന്റിന്, സംസ്ഥാന ഗവൺമെന്റിന് വിയോജിപ്പാണ്. അല്ല, ഇന്ന് യോഗം കൂടുകയാണ്. ഏത് വിഷയവും ചർച്ച ചെയ്യാവുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങൾ യോഗം കൂടുന്നത്. എം ഹസന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നതിൽ സർക്കാർ ഒരുപക്ഷെ ഭയക്കുന്നുണ്ടാവാം എന്നാണ് ഈ എം ഹസന്റെ വാക്കുകൾ.